ഹലോ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എക്സ് ലേണിംഗിന്റെ സ്റ്റുഡന്റ് അംന ഷഹനാസ് ആണ്. നമ്മുടെ ഓഫീസ് വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. 9th 10th മുതൽ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലുണ്ടായിരുന്നു എക്സ് ലേണിംഗിന്റെ. ഇപ്പോൾ ടാർഗറ്റ് ജെയ് 2026 ബാച്ചിൽ നമ്മുടെ +1 ബാച്ചിൽ ജോയിൻ ചെയ്ത് 4 മാസമായിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലുള്ള ഇതുവരെ നമ്മുടെ കൂടെ 3ാമത്തെ വർഷമാണല്ലോ എക്സ് ലേണിംഗിന്റെ കൂടെ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിക്കാം. അപ്പോൾ ആദ്യം അമ്മനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എവിടെയാണ്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, 10th എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. എൻ്റെ പേര് അംന ഷഹനാസ്. ഞാൻ യു എയിലാണ് 10th പഠിച്ചത്. അബുദാബി ഇന്ത്യൻ സ്കൂൾ മൊറൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് 10th പഠിച്ചത്. ഇപ്പോൾ 11th ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ 9th ആദ്യമായിട്ട് എക്സ് ലേണിംഗിലേക്ക് എത്തുന്നത് അല്ലേ? എങ്ങനെയാണ് എക്സ് ലേണിംഗിനെ കുറിച്ച് അറിഞ്ഞ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് എത്തുന്നത്? 9th ലാസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും ഉമ്മിക്ക് ഫേസ്ബുക്കിൽ നിന്നങ്ങാണ്ട് ഒരു നോട്ടിഫിക്കേഷൻ പോലെ കിട്ടി ഫ്രണ്ടിൻ്റെ നിന്ന്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ വളരെ നല്ലതായിട്ട് തോന്നി. ക്ലാസ്സുകളിൽ കയറിയപ്പോൾ ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സസ് ആയിരുന്നു. വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ വലിയ കൺസെപ്റ്റ്സ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കി തരുന്ന ക്ലാസ്സസ് ആയിട്ട് തോന്നി. അപ്പോൾ അതിനകത്ത് കണ്ടിന്യൂ ചെയ്തപ്പോൾ നല്ലപോലെ തോന്നി. 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് മാത്രമല്ല, മെന്റർഷിപ്പും എക്സാമിനേഷൻസും ആ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ടുണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫൗണ്ടേഷൻ കോഴ്സ് സ്കൂളിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി തരുന്നു. ഇനി എക്സാംസ് ഒക്കെ അടിപൊളി എക്സാംസ് ആയിരുന്നു. എക്സാംസിന് അഥവാ മാർക്കൊക്കെ കുറഞ്ഞു പോയാലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഡെസ്പിറേഷൻ എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല. അപ്പോൾ മെൻറ്റേഴ്സൊക്കെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും. ടീച്ചേഴ്സ് ആണെങ്കിലും സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലൈവ് സെഷനിൽ വന്ന് ക്ലിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം എക്സ് ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, സ്കൂളിന്റെ കൂടെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനുള്ള പ്രിപ്പറേഷൻ, അതിന് വേണ്ട സയൻസ് ആൻഡ് മാത്തിലുള്ള സ്കിൽസ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഉണ്ടായിരുന്ന ടൈപ്പ് ഓഫ് എക്സാംസ്, കോമ്പറ്റേറ്റീവായിട്ട് നടത്തിയിരുന്ന എക്സാംസും സ്കൂളിലെ എക്സാംസും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂളിലെ എക്സാംസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ്ലി എടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അത് ആൻസർ ചെയ്യാനുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എക്സാം വേലാണെങ്കിൽ അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് ചിന്തിപ്പിക്കും. നമ്മൾ ഉത്തരം എഴുതുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിപ്പിച്ചിട്ടാണ് ഉത്തരം എഴുതുക. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നല്ല അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. അതൊക്കെ ഫൗണ്ടേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മാത്തമാറ്റിക്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോഴും, ജെയ് ആണെങ്കിൽ നീറ്റ് ആണെങ്കിലും ഒക്കെ മാത്സിലെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് സ്കിൽസും അതിലും എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ്, എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ്? ഫൗണ്ടേഷൻ കോഴ്സ് എൻ്റെ സ്പീഡ് നല്ലപോലെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചില പ്രോബ്ലംസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കുറേ സ്റ്റെപ്സ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് തന്നെ ഫൈനൽ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിട്ടുണ്ട്. അപ്പോൾ 9th 10th വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ജെയ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു. അപ്പം ഈവൺ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ പോലും 10th നിന്നും 11th വന്ന് ആ ഒരു ജെയ് പ്രോഗ്രാമിന്റെ ഒരു ഇന്റൻസിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എക്സ്പീരിയൻസ്? തുടക്കത്തിൽ വളരെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് എനിക്ക് നെഗറ്റീവ് മാർക്കാണ് കിട്ടിയത്. ലൈക്ക് -7 അതാണ് കിട്ടിയത്. പിന്നെ അടുത്ത എക്സാം ആയപ്പോൾ ഒരു 40-50 പോയി. അപ്പം കുത്തിയിരുന്നൊന്ന് ആഞ്ഞ് പിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് എൻ്റെ മെൻറ്റർ ബാക്കിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ നല്ല മാർക്ക് മേടിക്കുന്നതായിരുന്നു. അപ്പോൾ നല്ലതൊന്ന് ശ്രമിച്ചപ്പോൾ 80-70 ഒക്കെ ആയി. ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. എങ്ങനെയുണ്ട് എക്സ് ലേണിംഗിന്റെ ജെഇ കോച്ചിങ്? അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചും ക്ലാസ്സുകളും എക്സാമിനേഷൻസും അതിനെക്കുറിച്ച് എന്താണ് ഈ ഒരു 4 മാസത്തെ എക്സ്പീരിയൻസ് എന്ന് പറയും? 4 മാസം കൊണ്ട് വളരെയധികം ലോങ് പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ കോച്ചിങ് സ്ഥലം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് മുന്നിലാണുള്ളത്. പിന്നെ കോൺസെപ്റ്റ്സ് ഒക്കെ നല്ല ലൈവ് ക്ലാസ്സസ് ആണ്. അടിപൊളിയായിട്ട് എല്ലാം പറഞ്ഞു തരാറുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകണം. ഡൗട്ട് സെഷൻസ് ഉണ്ട്. പിന്നെ എക്സാംസ് കറക്റ്റ് ആ ചാപ്റ്ററിന് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ടച്ച് ചെയ്ത് പോകുന്ന ചോദ്യങ്ങളാണ്. എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ ഒരു 4 മാസം കൊണ്ട് +1ന്റെ 50% സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ റെഗുലർ ആയിട്ട് എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നല്ലോ. എല്ലാ ചാപ്റ്ററിനും എക്സാം ഉണ്ട്, കമ്പൈൻഡ് എക്സാം ഉണ്ട്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഒരു മെഗാ ടെസ്റ്റ് ഉണ്ടായിരുന്നു. 4 മാസത്തെ ഫുൾ സിലബസ് ഒരുമിച്ച് ഒരു എക്സാം നമ്മൾ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മേ ബി ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു എക്സാം അപ്പിയർ ചെയ്തത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ എക്സാം ഭയങ്കര ലോങ് ആയിരുന്നു. എഴുതിയിട്ട് തീരുന്നില്ല. 120 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എനിക്കിത്തിരി ബുദ്ധിമുട്ടുള്ള അത്രയും കുറേ, അതും ഇൻറ്റൻസ് ടൈപ്സ് ക്വസ്റ്റ്യനുകൾ. ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് മാത്സ് ആണ്. മാത്സ് ഞാൻ ഒരുപാട് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ മാത്സ് ആദ്യമേ കംപ്ലീറ്റ് ചെയ്തു.
പിന്നെ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ആയപ്പോൾ അങ്ങ് ടയർഡായി. ടയർഡായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആക്ച്വൽ എക്സാമിനേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 3 hour ലോങ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് ആണ്. ഇപ്പോൾ ജെ അഡ്വാൻസ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് 3 hour എക്സാം, ആഫ്റ്റർനൂൺ അഗെയിൻ 3 hour എക്സാം. അപ്പോൾ ഒരു ദിവസം 6 hour എക്സാം ആണ് ജെ അഡ്വാൻസ്ഡ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ആദ്യം തന്നെ നമുക്ക് അത് പോയി എഴുതാൻ കഴിയില്ല. അതായത് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ലോങ് എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്ത ഒരാൾക്കാണ് അത്രയും ഫോക്കസ് ചെയ്തിരിക്കാൻ കഴിയുള്ളൂ, റൈറ്റ്? അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഈവൻ ജെയിലാണെങ്കിലും നമ്മുടെ ജെഇ പ്രോഗ്രാമിലാണെങ്കിലും കൊടുക്കുന്ന മെന്റർഷിപ്പ്, അതൊക്കെ ഫോളോ ചെയ്യാൻ കൃത്യമായിട്ട് പറ്റിയിട്ടുണ്ടോ? സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ക്വസ്റ്റ്യൻസ് സ്റ്റഡി മെറ്റീരിയൽ നല്ല ഇന്റൻസ് ചോദ്യങ്ങളുണ്ട്, സിമ്പിളും ഉണ്ട്. പക്ഷേ സ്റ്റഡി മെറ്റീരിയൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ മെന്റേഴ്സ് സപ്പോർട്ട് ചെയ്യും ബാക്കിൽ നിന്ന്, ക്ലാസ്സസിനൊക്കെ റിമൈൻഡർ അയച്ചിരിക്കുകയും അങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ റീസെൻ്റ്ലി ആഡ് ചെയ്തൊരു കാര്യം നമ്മുടെ ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. കുട്ടികൾക്ക് ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാനും എത്ര എക്സാംസ് സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജെഇ സ്പ്രിന്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലുണ്ട്. അത് യൂസ് ചെയ്ത് തുടങ്ങിയോ? ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിനകത്ത് ഞാൻ കൂടുതലും സ്വന്തമായിട്ട് എക്സാം ഉണ്ടാക്കി ചെയ്യാറുണ്ട്. സ്വന്തമായിട്ട് എക്സാം നമുക്ക് നമ്മളുടെ ലെവൽ തോന്നുന്ന ആ ലെവലിൽ നമുക്ക് എക്സാം ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക. ഇനി ആ ലെവൽ സിമ്പിളായിട്ട് തോന്നുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ പതിയെ ലെവൽ ഇൻക്രീസ് ചെയ്ത് വരുന്ന ആ ഒരു രീതിയിൽ ഞാൻ സ്വന്തം ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് ഇതുവരെയുള്ള പ്രിപ്പറേഷനിൽ ജെഇ എന്തായാലും എയിം ചെയ്യുന്നുണ്ടല്ലേ? അപ്പം ഏത് കോളേജിൽ അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചിൽ എത്ര എന്നാണ് ഡ്രീം ചെയ്യുന്നത്? ഇപ്പോൾ ഡ്രീം ഉള്ളത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അത് എവിടെ പോകണമെന്നാണ്? NIT കാലിക്കറ്റിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ മുകളിലേക്കൊക്കെ എത്താൻ കഴിവുള്ള ആളാണ്. തീർച്ചയായിട്ടും ആദ്യം നന്നായിട്ട് പഠിക്കട്ടെ, നന്നായിട്ട് പഠിക്കുക, നല്ല റിസൾട്ട് ഉണ്ടാക്കി എടുക്കുക, എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം എവിടെ പോകണം എന്നുള്ളത്. ഓക്കെ. ആൻഡ് ഇതുവരെയുള്ള പ്രിപ്പറേഷനിൽ അമ്മയുടെ സെൽഫ് പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വർക്ക് ചെയ്യേണ്ട ഏരിയാസ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? എനിക്ക് ഭയങ്കര വാശിയാണ് ഒരു എക്സാം തുടങ്ങി അതിനകത്തുള്ള ഈച്ച് ആൻഡ് എവറി ചോദ്യം ഉത്തരം ചെയ്തിരിക്കണമെന്ന്. അത് എത്ര ടൈം എടുത്താലും അത് ചെയ്തിട്ടേ വാക്കാരുള്ള ആ ഒരു രീതിയിൽ പോകുമ്പോൾ എനിക്ക് ഒരുപാട് നെഗറ്റീവ് മാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം. യെസ്, അപ്പോൾ ഇമീഡിയറ്റ്ലി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം അത് തന്നെയാണ്. അടുത്ത് ഇനി വരാൻ പോകുന്ന എക്സാമുകൾ എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യും വേണം. ഓക്കെ. സോ ഓവറോൾ നമ്മുടെ കൂടെ 2 വർഷമല്ല 2.5 വർഷത്തോളമായി 9th 10th ഇപ്പോൾ +1 ജെഇ ബാച്ചിലുണ്ട്. ഓവറോൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ് എക്സൻവൈ ലേണിംഗിന്റെ ടീച്ചേഴ്സും നമ്മുടെ കോഴ്സസും പ്രോഗ്രാമും സിസ്റ്റത്തിനെ കുറിച്ച്? എക്സ്ട്രീംലി ഹാപ്പി ആണ്. ഏത് സ്റ്റുഡൻസിന് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാം? എല്ലാവർക്കും റെക്കമെൻഡ്. ഇപ്പോൾ 10th പഠിക്കുന്ന അടുത്ത വർഷം ജെഇ കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് ഏതാണ്? എക്സാൻവൈയിൽ ഉറപ്പായിട്ടും പറയാം, നിങ്ങൾ ജെഇയിൽ ആണ് താല്പര്യപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ട് എക്സാൻവൈ തന്നെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് എവിടെ നിന്നും കിട്ടും. യെസ്. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. കൂടുതൽ ഈ ഒരു കോഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി പ്രോഗ്രാംസിനെ കുറിച്ചെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചോ പ്രോഗ്രാമിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്.